ഇപ്പോൾ കൃഷിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി ഇവിടെ ഇവർ രണ്ടുപേരിലുള്ള സംഭാഷണം ഒന്ന് നോക്കിയാൽ, ഒരാൾ എങ്ങനെ കൃഷി പോകുന്നു, നിങ്ങളുടെ കൃഷിയൊക്കെ എങ്ങനെ പോകണ്ടെന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം എന്താണ് മറ്റാൾ പറയുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ ശരിയല്ല അല്ലേ, ചിലപ്പോൾ ഭയങ്കര മഴയും വെള്ളമൊക്കെ ആയിരിക്കും, ചിലപ്പോൾ വെള്ളമില്ല. അപ്പം ഈ കാലാവസ്ഥയിലുള്ള മാറ്റം, വെള്ളം ചിലപ്പോൾ കൂടുതൽ ചിലപ്പോൾ കുറവ്, അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യം കാരണം എന്താണ്, അത് കൃഷിയെ നല്ല രീതിയിൽ ബാധിക്കും, ശരിയല്ലേ. അപ്പോൾ ചില സമയത്ത് വെള്ളം കൂടുതൽ, ചില സമയത്ത് വെള്ളമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ കാറ്റ്, അത് ഇത്, അപ്പോൾ കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ എന്താണ് കൃഷിയെ നമുക്ക് നല്ല രീതിയിൽ ബാധിക്കാറുണ്ട്. അപ്പോൾ അതൊന്നും ഏൽക്കാതെ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെ നമ്മൾക്ക് നമ്മുടെ കൃഷി രീതി അല്ലെങ്കിൽ കൃഷിയെ നമുക്ക് സംരക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ രീതികളായിരിക്കും എന്നാണ് താഴെ താഴെ പറയുന്നത്. ഒന്ന് ഗ്രീൻ ഹൗസ്. കണ്ടില്ലേ, ഗ്രീൻ ഹൗസിൻ്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലേ, അതിൽ നിന്ന് എന്താണ് നമ്മുടെ കൃഷിയെ സംരക്ഷിക്കാൻ പറ്റും എന്നുള്ളത്. പിന്നെയാണ് ഡ്രിപ്പ് ഇറിഗേഷൻ, വിക്ക് ഇറിഗേഷൻ, മൾച്ചിങ്. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലും നമുക്ക് എന്ത് ചെയ്യാം, ജലദൗർലഭ്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ 3 രീതിയിലൂടെ അതിനെ പരിഹരിക്കാൻ സാധിക്കും. എന്താണ് ഗ്രീൻ ഹൗസ്? ആ പിക്ചർ കണ്ടാൽ തന്നെ അറിയാം അല്ലേ, ഒരു കാലാവസ്ഥയിൽ നിന്നുമെല്ലാം നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന്, മഴ കൂടുതലാവട്ടെ എന്താവട്ടെ, നമ്മളെ സംരക്ഷിക്കണം, നമ്മുടെ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ് ഒരു വീട് പോലെ അല്ലേ. പിന്നെന്താണ്, പെസ്റ്റുകൾ, കാര്യങ്ങൾ, കീടങ്ങളൊന്നും എന്ത് ചെയ്യില്ല, അതിലേക്ക് എൻ്റർ ചെയ്യാനും സാധിക്കില്ല. ഗ്രീൻ ഹൗസ് ഈസ് കൺസ്ട്രക്റ്റഡ് യൂസിങ് ഷീറ്റ് ഓഫ് പ്ലാസ്റ്റിക്, നൈലോൺ, polythenes, etc. Attack can also be reduced by this method as all the side are covered. അല്ലേ, നമുക്കിത് തന്നെ മനസ്സിലായല്ലോ, ഇത് കണ്ടപ്പോൾ തന്നെ ഫുൾ സൈഡും കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടൊക്കെ ഇനി പ്ലാസ്റ്റിക്, നെയിലോൺ, പൊളിത്തീൻ ഇവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ സൈഡുകളെല്ലാം നമ്മൾ മറയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, കീടങ്ങളൊക്കെ അതിലേക്ക് കയറോ? ഇല്ല, കീടങ്ങൾ എങ്ങനെ വരാനാണ്? അതുപോലെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒന്നും ഇതിനെ ബാധിക്കത്തില്ല. ഇതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ടൈം കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്, ഒരുപാട് പൈസ ഇറക്കേണ്ടി വരും. പിന്നീട് നമുക്കത് ലാഭമായി വരും. അപ്പോൾ മഴക്കാലത്തായാലും വേനൽപ്പകലായാലും നമുക്ക് എന്താണ് ഒരുപോലെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത്. പക്ഷെ നമുക്ക് എന്താണ് ഫസ്റ്റ് ടൈം അത് ഇതിൽ മാത്രം ഒത്തിരി പൈസ ചെലവാകുന്നതാണ്. അപ്പം നമ്മളെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ നിന്ന് ഇപ്പം എങ്ങനെയാണ് ഒരു രീതി എന്നുള്ളത് മനസ്സിലായില്ല. എന്താണ് ഹരിതഗൃഹം അല്ല, ഗ്രീൻ ഹൗസ്, ഹരിതഗൃഹം, ഗ്രീൻ ഹൗസ്. ഇനി അടുത്തത് ഡ്രിപ്പ് ഇറിഗേഷൻ. ഡ്രിപ്പ് കേട്ടാൽ തന്നെ അറിയാം, ഡ്രിപ്പ് എന്താണ്, ഡ്രിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് മനസ്സിലാവും, തുള്ളിയായിട്ട് വീഴുക അല്ലേ, ഡ്രോപ്പായിട്ട് വീഴുക അല്ലേ. അപ്പോൾ ജലം എങ്ങനെയാണോ ചെടിയുടെ വേരിൻ്റെ അവിടേക്ക് തന്നെ ഡ്രോപ്പായിട്ട് വീഴുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന് പറയാം. ദിസ് ഈസ് ആൻ ഇറിഗേഷൻ മെത്തേഡ് യൂസിങ് പൈപ്പ് ആൻഡ് വാൽവ്സ് to water the roots in drop by drop. This loss of water is reduced to maximum. അപ്പോൾ ആ രീതിയിൽ തുള്ളിയായി അതിൻ്റെ വേരുകളിലേക്ക് നനച്ചു കൊടുക്കുമ്പോൾ എന്താണ്, വാട്ടർ ലൂസ് അല്ലെ, നമ്മുടെ വാട്ടർ അധികം നഷ്ടപ്പെടുമോ, ജലനഷ്ടം നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. Another significance of this method is that the availability of water is to all plants is ensured. പിന്നെ മാത്രമല്ല എല്ലാ പ്ലാന്റിൻ്റെ വേരുകളിലേക്കും എല്ലാ പ്ലാന്റിലേക്കും എന്താണ് വെള്ളം എന്തായാലും എത്തും. അതാണ് മറ്റൊരു ബെനിഫിറ്റ്. വെള്ളം കുറച്ചും നഷ്ടപ്പെട്ടു പോകത്തൊന്നുമില്ല, കുറച്ചും മതി. പിന്നെ എന്താണ് എല്ലാ പ്ലാന്റിലേക്കും വെള്ളം എത്തും. അതിന് പറയുന്നത് തുള്ളി നന, ഡ്രിപ്പ് ഇറിഗേഷൻ. ഹരിതഗൃഹം, തുള്ളി നന, തിരിനന. ഇനി അടുത്താണ് തിരിനന, വിക്ക് ഇറിഗേഷൻ. പരുത്തിത്തുണി കൊണ്ടുള്ള തിരിയുടെ സഹായത്താൽ ജലസ്രോതസ്സിൽ നിന്ന് ചെടികളുടെ വേരുപടലത്തിന് സമീപത്തിലേക്ക് ജലം നേരിട്ടെത്തിക്കുന്ന രീതിയാണ്. തുള്ളി നനയേക്കാൾ കുറച്ച് ജലം മാത്രമേ ഇതിന് വേണ്ടി വരുന്നുള്ളൂ അല്ലേ. വെള്ളം ഡ്രോപ്പായിട്ടല്ല കൊടുത്തിട്ടുള്ളത്, പരുത്തിത്തുണി പോലെയുള്ള ഒരു സംഭവം യൂസ് ചെയ്തിട്ട് അതിൻ്റെ വേരിലേക്ക് എത്തിച്ചു കൊടുക്കണം. പിക്ചറിൽ തന്നെ കണ്ടാലറിയാം അല്ലേ. അതാണ് തിരിനന, വിക്ക് ഇറിഗേഷൻ. മറ്റേതിനേക്കാളും എന്താണ്, ഡ്രോപ്പ് ഇറിഗേഷനേക്കാളും തുള്ളി നനയേക്കാളും കുറച്ച് വെള്ളം മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ നമുക്ക്. പിന്നെയാണ് മൾച്ചിങ്. ീകരണം നിമിത്തമുള്ള ജലനഷ്ടം കുറയ്ക്കാനും കരിയിലകൾ, വൈക്കോൽ എന്നിവ ഉപയോഗിച്ച് കൃഷിയിടങ്ങളിലെ മണ്ണിനെ ആവരണം ചെയ്യുന്ന പരമ്പരാഗത രീതിയാണ്. ഇപ്പം കണ്ടില്ലേ, ഒരു നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഒരു ഇങ്ങനെ ഒരു
ബഡ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പ്ലാസ്റ്റിക് എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ടാണ്. പക്ഷെ ഇത് പ്ലാസ്റ്റിക് അല്ല, അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ഇരിക്കും, കരിയിലകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കവർ ചെയ്ത് വെക്കണം. അപ്പം എന്താണ്, സൂര്യപ്രകാശത്തിൻ്റെ ചൂട് കൊണ്ടൊന്നും എന്ത് വരില്ല, ജലനഷ്ടം സംഭവിക്കില്ല. അപ്പം അങ്ങനെ രീതികളിലും നമുക്ക് കാലാവസ്ഥയിൽ നിന്നും എങ്ങനെ കൃഷികളെ സംരക്ഷിക്കാം എന്നുള്ളതാണ് നമ്മിനി നോക്കിയത്. ഇനി കാലാവസ്ഥയിൽ നിന്നൊക്കെ കൃഷിനെ സംരക്ഷിച്ചാലും നമുക്ക് അവിടെ വേറൊരു വെല്ലുവിളി ഉണ്ട്. ആരാ? പുഴുക്കൾ അല്ലേ. അപ്പം പല തരത്തിലുള്ള കീടങ്ങൾ നമ്മുടെ കൃഷിയെ നശിപ്പിക്കുന്നുണ്ട്. അപ്പം എങ്ങനെ നമുക്ക് കീടങ്ങളിൽ നിന്നും നമ്മുടെ കൃഷിയെ സംരക്ഷിക്കാൻ നോക്കാം. പെസ്റ്റ് കൺട്രോൾ, അതിന് പറയുന്ന പേരാണ് പെസ്റ്റ് കൺട്രോൾ, കീടനിയന്ത്രണം. ഏതൊക്കെ പുഴുക്കളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്? പോഡ് ബോറർ, ലീഫ് റോളിംഗ് കാറ്റർപില്ലർ, സ്റ്റെം ബോറർ. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. തണ്ടുതുരപ്പം പുഴു, പിന്നെ ഇങ്ങനെ ഇല ചുരുട്ടി വെച്ചിട്ടുണ്ടാവും, അത് നിർത്തി വെക്കി കഴിഞ്ഞാൽ ഒരു പുഴുവിനെ കിട്ടും നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലേ. ഇതൊക്കെ എന്താണ്, നമ്മുടെ കൃഷിയെ നശിപ്പിക്കുന്നതാണ്. വെണ്ടക്കായൊക്കെ ചെടിയൊക്കെ ഉള്ളവർ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതിങ്ങനെ ചുരുട്ടി കൂട്ടി വെച്ചിരിക്കും, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ പുഴു ഇരിക്കുന്നു. അപ്പം നമ്മുടെ കൃഷിയെ നശിപ്പിക്കുന്നതാണ്. വിച്ച് ആർ ദ മേജർ പെസ്റ്റ് ദാറ്റ് എഫക്ട് ദ ക്രോപ്പ് ഇൻ അവർ ലൊക്കാലിറ്റി. അപ്പം നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഏത് പുഴുവാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്? എൻ്റെ അവിടെ ലീഫ് റോളിംഗ് കാറ്റർപില്ലറാണ്, ഇല ചുരുട്ടി പുഴുവാണ് ഉള്ളത്. അപ്പം നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഏത് പുഴുവാണെന്നൊക്കെ എഴുതാട്ടോ. ഇനി സംയോജിത കീടനിയന്ത്രണം ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. സംയോജിത കീടനിയന്ത്രണം എന്ന് വെച്ചാൽ എന്താണ്? ഒരുപാട് നമ്മൾ പെസ്റ്റിസൈഡ്സുകളോ കെമിക്കൽസോ ഒന്നും യൂസ് ചെയ്യാണ്ട് അല്ലാത്ത രീതിയിൽ മിത്രകീടങ്ങൾ അല്ലെങ്കിൽ കീടബാധ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റു മാർഗങ്ങളിലൂടെയൊക്കെ നമ്മുടെ കെമിക്കൽ പെസ്റ്റിസൈഡ് ഉപയോഗിക്കുന്നത് കുറവാക്കാം. അതാണ് നമുക്ക് വേണ്ടത്. എന്തിട്ടാണ്? നമ്മുടെ കൃഷിയിടങ്ങളൊന്നും കീടങ്ങൾ തിന്ന് നശിച്ചു പോകരുതെന്ന് മാത്രം മതി. അല്ലാതെ എല്ലാത്തിനെയും കൊന്നു കളയണം, ഉപകാരമുള്ളത് ഉപകാരമില്ലാത്തതിനൊക്കെ കൊല്ലണം എന്നല്ലല്ലോ നമുക്ക് വേണ്ട കാര്യം. നമ്മുടെ കൃഷിയിടങ്ങളിൽ എന്ത് വരരുത്? ഇങ്ങനെയുള്ള കീടങ്ങൾ വരരുത്. അപ്പം അതിന് ഉതകുന്ന രീതിയിൽ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. ചിലപ്പോൾ IPM കൊടുത്തിട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എഴുതാനൊക്കെ തരും കേട്ടോ. അപ്പോൾ എന്ത് എഴുതണം? ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. എന്താണ്? സെക്കൻഡ് പാരഗ്രാഫിലാണ് അതിൻ്റെ ഉത്തരമുള്ളത്. സെക്കൻഡ് ലൈനായിട്ട് നോക്കി, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് ഈസ് ദ യൂസ് ഓഫ് മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ മെത്തേഡ് വിത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നെറ്റ് ആൻഡ് ട്രാപ്പ്. പലതരത്തിലുള്ള നെറ്റോ ട്രാപ്പോ അല്ലെങ്കിൽ യൂട്ടിലൈസിങ് ഫ്രണ്ട്ലി പെസ്റ്റ് അല്ലെ, നമ്മൾ മിത്രകീടങ്ങളെ വളർത്തിയിട്ടോ, യൂസ് ഓഫ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് ഫോർ ഫാമിങ്, അല്ലെങ്കിൽ നല്ല ഗുണനിലവാരമുള്ള വിത്തുകളൊക്കെ അല്ലെങ്കിൽ പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുള്ള വിത്തിനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടോ, ആൻഡ് റെഡ്യൂസ് ദ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് അല്ലെ. പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീടനാശിനികളുടെ ഉപയോഗം എന്ത് ചെയ്യുക? കുറയ്ക്കുക. ഇങ്ങനെ പല മാർഗങ്ങളിലൂടെയും ട്രാപ്പ് യൂസ് ചെയ്തിട്ടോ നെറ്റ് യൂസ് ചെയ്തിട്ടോ മിത്രകീടങ്ങളെ ഉപയോഗിച്ചിട്ടോ ഏതെങ്കിലും രീതിയിൽ കൂടി ആയാലും നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ യൂസ് ചെയ്യുന്ന പെസ്റ്റിസൈഡ്സിൻ്റെ കുറയ്ക്കുക. ഡ്യൂറിങ് ഇൻസ്റ്റൻസ് ഓഫ് ഇൻക്രീസ്ഡ് പെസ്റ്റ് അറ്റാക്ക് ആൻഡ് ട്രീറ്റ് ഓഫ് ക്രോപ്പ് ലൂസ്. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്? നമ്മുടെ കൃഷിനാശം കുറയ്ക്കാൻ സാധിക്കും. പിന്നെയാണ് പെസ്റ്റിസൈഡ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ദ സജസ്റ്റഡ് ക്വാണ്ടിറ്റി കീപ്പിംഗ് ദ പ്രിക്കോഷൻസ്. കീടനാശിനികളൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്താണ്? അതിൻ്റേതായ അളവിൽ കാര്യത്തിൽ മാത്രം യൂസ് ചെയ്യും. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പല രീതികളിലൂടെയും നമ്മൾ എന്ത് ചെയ്യുക? ആ കീടനാശിനി ഉപയോഗിക്കുന്നത്, പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയും. അതേപോലെ തന്നെ മറ്റൊന്ന് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ് എന്ത്? ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്. ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് തന്നെ പല ജീവികളെ വളർത്താം. ഇപ്പോൾ നമ്മൾ മത്സ്യം വളർത്തുന്നിടത്ത് എന്ത് ചെയ്യുക? കോഴീനെ വളർത്തുക. എന്താ സംഭവിക്കുക? കോഴിയുടെ കാഷ്ടം മത്സ്യങ്ങൾക്ക് ഭക്ഷണമാക്കാനും പറ്റും. അല്ലെങ്കിൽ കോഴിയുടെ ഫുഡിൻ്റെ ബാക്കിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? മീനുകൾക്ക് ഭക്ഷണമാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ കാഷ്ടം വീണിട്ട് അവിടെ അക്വാട്ടിക് പ്ലാന്റ്സ് അല്ലെ, ജലസസ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് തിന്നിട്ടും മീനുകൾക്ക് വളരാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അതേപോലെ മീനിൻ്റെ വേസ്റ്റുകൾ ആർക്ക് തിന്നാൻ പറ്റും? ഈ കോഴിക്കും തിന്നാൻ പറ്റും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയാണല്ലേ. അതുകൊണ്ട് രണ്ടാൾക്കും ഗുണമാണ് ലഭിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഫാമിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്.
when birds, fish and other animals are rising along with the crop, അല്ലെ അവയെല്ലാം ഒന്നിച്ച് വളർത്താം. ഇറ്റ് ഓൾസോ ഫാമിംഗ്. ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ഈസ് ദ പ്രാക്ടീസ് ഓഫ് നർച്ചറിങ് ഡൈവേഴ്സ് ലിവിങ് ഓർഗാനിസംസ് ടുഗദർ. അപ്പോൾ പലതരത്തിലുള്ള വൈവിധ്യത്തിലുള്ള ജീവജാലങ്ങൾ ഒന്നിച്ച് വളർത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. വിസിറ്റ് ആൻ ഇൻ്റഗ്രേറ്റഡ് ഫാം ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് അനലൈസ്. നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് സെൻറ്റർ നിരീക്ഷിച്ചിട്ട് ഉത്തരം എഴുതാനാണ് പറയുന്നത്. മനസ്സിലായില്ലേ എന്താണ്? വൈവിധ്യമാർന്ന ജീവികളെ ഒന്നിച്ച് വളർത്താം. ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഇത് കൊടുത്തിരിക്കുന്നത് നോക്കിയാൽ നമുക്ക് എവിടെ തുടങ്ങാം. ഡക്ക്, കോഴി, അവരെന്ത് ഭക്ഷണം കഴിക്കും? പ്ലാന്റ്സിൻ്റെ പാർട്സൊക്കെ ഈറ്റ് ചെയ്യും അല്ലേ. ആ ഫ്രൂട്ട്സൊക്കെ ഡാമേജ് ആയതൊക്കെ വേണമെങ്കിൽ അവർക്ക് തിന്നാൻ കൊടുക്കാം. പക്ഷേ അതേപോലെ തന്നെ ഇവരെ കാഷ്ടം അല്ലേ, അവരെ വിസർജനം നമുക്ക് ആർക്ക് വളമാക്കി ഇട്ട് കൊടുക്കാം? ഈ പ്ലാന്റിന് ഇട്ട് കൊടുക്കാം. ഈ പ്ലാന്റിൻ്റെ വേസ്റ്റുകൾ പിന്നെ നമുക്ക് ആർക്ക് തിന്നാൻ കൊടുക്കാം? ബാക്കിയുള്ളത് പശുവിന്, കാള, പൂത്ത് അങ്ങനെയുള്ള ലൈഫ് സ്റ്റോക്ക് അല്ലെ കാറ്റിൽസിനെ വളർത്തുന്നവർക്ക് കൊടുക്കാം. അതുപോലെ ഈ കാറ്റിലിൻ്റെ ചാണകം പോലുള്ളതൊക്കെ നമുക്ക് ആർക്ക് ഇട്ട് കൊടുക്കാൻ സാധിക്കും? ഈ പ്ലാന്റിന് ഇട്ട് കൊടുക്കാൻ സാധിക്കും. അറിയില്ലേ നിങ്ങൾക്ക്? അതൊക്കെ വളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ കാറ്റലിൻ്റെ വേസ്റ്റ് ആർക്കും യൂസ് ചെയ്യാൻ പറ്റും. പാഡി ഫീൽഡിൽ അല്ലേ, നെൽകൃഷിയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ നെല്ലിൻ്റെ ബാക്കി ഉണങ്ങിയതാണ് വൈക്കോല്. അറിഞ്ഞൂടെ നമുക്ക്? അതാർക്ക് തിന്നാൻ കൊടുക്കാൻ പറ്റും? നമുക്ക് പശുവിന് തിന്നാൻ കൊടുക്കാൻ പറ്റും. കോഴി തിന്നൂലേ നെല്ലൊക്കെ? അപ്പോൾ ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ്ഫുൾ ആവുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? നമുക്ക് എങ്ങനെയായാലും എന്താണ് പെസ്റ്റിസൈഡിൻ്റെ യൂസ് കുറയ്ക്കണം. ഇങ്ങനെ നമ്മൾ നെറ്റ് ഉപയോഗിച്ചിട്ടോ ട്രാപ്പ് ഉപയോഗിച്ചിട്ടോ മിത്രകീടങ്ങൾ വളർത്തിയിട്ടോ എങ്ങനെയായാലും നമ്മൾ റെഡ്യൂസ് ചെയ്യാം. പെസ്റ്റിസൈഡിൻ്റെ യൂസ് റെഡ്യൂസ് ചെയ്യുന്നതിനാണ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. IPM. ചിലപ്പോൾ ഷോർട്ട് ഫോം ആയിരിക്കും ചോദിക്കുക കേട്ടോ. അപ്പോഴും ഉത്തരം എഴുതണേ. IPM എന്താണെന്ന് ചോദിച്ചാലും എഴുതണം കേട്ടോ. സംയോജിത കൃഷിരീതി. അപ്പോൾ സംയോജിത കൃഷിരീതിയുടെ നേട്ടങ്ങൾ, ഭക്ഷ്യസുരക്ഷ, ഉൽപാദന ചെലവ് കുറയ്ക്കൽ, ഇതൊക്കെ എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ഒന്ന് എഴുതാനാണ് പറഞ്ഞത്. ഇനി സ്മാർട്ട് ഫാമിംഗ്. എന്താണ് സ്മാർട്ട് ഫാമിംഗ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. അതിൽ വരുന്നതാണ് നിർമ്മിത ബുദ്ധി, AI, ഇൻ്റർനെറ്റ് ഓഫ് തിങ്കിങ്, ഹൈഡ്രോപോണിക്, എയറോപോണിക്. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? സ്മാർട്ട് ഫാമിങ്ങിൽ വരുന്നതാണ്. അതായത് നമ്മുടെ ഫാമിങ്ങിനെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മുടെ കൃഷി രീതിയെ കൂടുതൽ മെച്ചപ്പെടുത്താം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സ്മാർട്ട് ഫാമിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വരുന്നത്? AI എങ്ങനെയാണ് സഹായിക്കുക? നമുക്കറിയാം അല്ലേ, നമ്മൾ AI നമ്മളെന്തിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്? അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞ് നമ്മൾ AIയോട് ചോദിക്കുക അല്ലേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെ കർഷകരെന്താണ്, അവരുടെ കൃഷികളിൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയ നിവാരണത്തിന് വേണ്ടിയിട്ടൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ AI ഉപകാരപ്പെടാറുണ്ട്. അപ്പോൾ അതിൻ്റെ പിക്ചറുകളോ മറ്റെന്തെങ്കിലും അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരുപാട് വിവരങ്ങൾ AIയിൽ നിന്ന് നമുക്ക് ലഭിക്കൂലേ. അതുപോലെ തന്നെ ഫാമിങ്ങിലും നമുക്കത് ഉപകാരപ്പെടാറുണ്ട്. വിളകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, വിവരങ്ങൾ എന്നിവ പങ്കുവെച്ച് നിർമ്മിത ബുദ്ധിയുടെ സഹായത്താൽ പ്രശ്നപരിഹാര മാർഗം നമുക്ക് കണ്ടെത്താം അല്ലേ. പിന്നെയാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്കിങ്. സെൻസറുകളുടെ സഹായത്താൽ ജലാംശം, ഫലഭൂഷ്ഠിത, കീടബാധ എന്നിവ തിരിച്ചറിഞ്ഞ് യന്ത്രസഹായത്താൽ പ്രശ്നപരിഹാര സംവിധാനം ഒരുക്കുന്നു. അതാണ് എൻ്റെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്കിങ്. ഇനി ഹൈഡ്രോപോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സസ്യത്തെ എവിടെയാണ്, മണ്ണീ നട്ട് ജലമൊഴിച്ച് അങ്ങനെയാണ് വളർത്തുന്നത് അല്ലേ. അപ്പം മണ്ണില്ലാതെ, മണ്ണിന് പകരം എന്ത് ചെയ്യാണ്, ജലത്തിൽ സസ്യത്തെ നമ്മൾ നടല്ല, സസ്യത്തെ ജലത്തിൽ നിർത്തും. എന്നിട്ട് ആ ജലത്തിൽ എന്ത് കൊടുക്കും? മണ്ണിലുണ്ടായിരുന്ന പോലത്തുള്ള എല്ലാ ന്യൂട്രിയൻസും കാര്യങ്ങളും എന്തിന് കൊടുക്കണം? ആ വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഹൈഡ്രോ എന്ന് വെച്ചാൽ ജലം. ഹൈഡ്രോപോണിക് എന്ന് പറഞ്ഞാൽ ജലത്തിൽ സസ്യത്തെ വളർത്താം. ആ ജലത്തിനുള്ളിൽ സസ്യത്തിന് വേണ്ട മിനറൽസും കാര്യങ്ങളും പോഷകലായനിയിൽ സസ്യങ്ങളെ വളർത്തുകയും സെൻസറുകളുടെ സഹായത്താൽ പോഷകങ്ങളുടെ അളവ് തിരിച്ചറിഞ്ഞ് അവയ്ക്ക് ആവശ്യാനുസരണം ലഭ്യമാക്കുകയും ചെയ്യും. അപ്പോൾ വെള്ളത്തിൽ ഇനി എന്തെങ്കിലും പോഷകങ്ങളുടെ കുറവ് വന്നാൽ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്ത് കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ അതാണ് ഹൈഡ്രോപോണിക് എന്ന് പറയുന്നത്. ഇനി എയറോപോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ജലവും ഉണ്ടാവില്ല, മണ്ണുണ്ടാവില്ല
അല്ലാതെ സസ്യത്തെ വളർത്തുന്നത് മനസ്സിലായി, വായുവിലായിരിക്കും അത് നിൽക്കുക. അപ്പോൾ അതിന് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കും, അതിൻ്റെ വേരിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. അങ്ങനെ വളർത്തുന്നത് മണ്ണിലും അല്ല ജലത്തിലല്ല പോഷകലായനിയിലുമല്ല വളർത്തുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, എയറോപോണിക്സ് എന്ന് പറയുന്നത്. വായുവിലേക്ക് വളർന്നു നിൽക്കുന്ന വേരുകളിലേക്ക് ജലവും പോഷകങ്ങളും യഥാസമയം സെൻസറുകളുടെ സഹായത്താൽ ലഭ്യമാകുന്ന രീതിയെയാണ് നമ്മൾ എന്തെന്ന് പറയാം, എയറോപോണിക് എന്ന് പറയുന്നത്. ഇതിൽ എയറോപോണിക്കും ഹൈഡ്രോപോണിക്കും തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും കേട്ടോ, വൺ വേർഡായിട്ടൊക്കെ ചോദിക്കും. ഇപ്പോൾ പോഷകലായനിയിൽ വളർത്തുന്ന കൃഷി രീതി എന്തെന്ന് പറയും, അപ്പോൾ നമ്മൾ എന്തെന്ന് പറയും, ഹൈഡ്രോപോണിക് എന്ന് പറയണം. ജലവും സോയിലും ഒന്നുമില്ലാതെ കൃഷി ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ എന്തെന്ന് പറയുക, എയറോപോണിക് എന്ന് പറയും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഉത്തരം തന്നിട്ട് ഒരു ഇത് എഴുതാനോ അല്ലെങ്കിൽ എയറോപോണിക് എന്താണെന്നോ അങ്ങനെയൊക്കെ ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ഇത് അത്രയും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഇപ്പം നമ്മൾ എന്തായി, വിത്തുകൾ പാവി മുളപ്പിച്ചു, ഇനി കൃഷിയൊക്കെ ചെയ്തല്ലേ, കീടങ്ങളിൽ നിന്ന് എങ്ങനെ നമ്മുടെ കൃഷിയെ സംരക്ഷിക്കാം, അല്ലെങ്കിൽ കാലാവസ്ഥ വ്യതിയാനത്തിൽ നിന്നും ജല ദൗർലഭ്യത്തിൽ നിന്നൊക്കെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് വിളവ് ലഭിച്ചു, നമ്മൾ കൃഷി ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി, വിളവ് ലഭിച്ച് ആ ഒരു പ്രൊഡക്റ്റ് അല്ലേ, അത് നമ്മളിനി എന്ത് ചെയ്യണം, സെയിൽ ചെയ്യണം. സെൽ ചെയ്യാനായിട്ട് എന്താണ് സ്മാർട്ടായ രീതിയിൽ തന്നെയുള്ള ഒരു മാർക്കറ്റിംഗ് അല്ലെ, മാർക്കറ്റിംഗ് ചെയ്യാനായിട്ടാണ് പറഞ്ഞു തരുന്നത്. അതെങ്ങനെയാണെന്നാണ്, ഇപ്പോൾ നല്ല ഗുണനിലവാരമുള്ള ഉൽപ്പന്നമാണെങ്കിൽ ആളുകൾ വാങ്ങിക്കാൻ തയ്യാറായിരിക്കും അല്ലേ. ഇപ്പോൾ വിപണിയിൽ നമ്മൾ അധികം പെസ്റ്റിസൈഡ് ഒന്നും യൂസ് ചെയ്യാത്ത ആണെങ്കിൽ എന്താണ് നമ്മൾക്ക് ഉപയോഗിക്കാനായിട്ട് ആൾക്കാർക്ക് താല്പര്യമായിരിക്കും. അപ്പോൾ ഇന്നാണെങ്കിൽ AI ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയൊക്കെ ഓൺലൈൻ വഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിൽക്കാനായിട്ട് കൂടുതലും സാധിക്കും. അപ്പം നമ്മുടെ ഇന്ന പ്രൊഡക്റ്റ് ഉണ്ട്, ഇത്രയാണ് മാർക്കറ്റിംഗ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളത് ഇന്ന രീതിയിലാണ് കൃഷി ചെയ്തതെന്നൊക്കെ ഉള്ള നമുക്ക് വീഡിയോസൊക്കെ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്താണ് സെയിൽ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, ഭൗമസൂചിക പദവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില ഏരിയകളിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ, ഫ്രൂട്ട്സ് ആവട്ടെ എന്തും ആയിക്കോട്ടെ, അവയ്ക്ക് എന്തായിരിക്കും നിറം, രുചി, പോഷക ഘടകങ്ങളൊക്കെ എന്തായിരിക്കും മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതലുണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവയ്ക്കാണ് എന്ത് ലഭിക്കുക, ഭൗമസൂചിക പദവി ലഭിക്കുക. ഇപ്പം ഇതിൽ കൊടുത്തിരിക്കുന്ന എന്താണ്, കശുവണ്ടിക്ക്, കേരളത്തിലുണ്ടാകുന്ന കശുവണ്ടിക്ക് ഭൗമസൂചിക പദവി ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശുപാർശ നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ അർത്ഥം നമ്മുടെ കേരളത്തിലെ കശുവണ്ടിക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുന്ന കശുവണ്ടിയേക്കാളും നിറവും ഗുണവും എല്ലാം അതിനുണ്ടായിരിക്കും, രുചിയും ഒക്കെ വ്യത്യാസമായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അതിനെന്ത് കിട്ടുന്നത്, ഭൗമസൂചിക പദവി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ശുപാർശ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അപ്പം അതുപോലെ ഭൗമസൂചിക പദവി ലഭിച്ച കുറച്ച് ഉൽപ്പന്നങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പാലക്കാടൻ മട്ടൻ, അപ്പോൾ അരിയുടെ പ്രത്യേകത എന്തായിരിക്കും, മറ്റുള്ള ഉൽപ്പന്നങ്ങളെക്കാളും രുചിയും നിറവും മണവും പോഷക ഗുണങ്ങളും എന്തായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും, കൂടുതലായിരിക്കും അല്ലേ. മലബാർ പെപ്പർ, കുറ്റ്യാട്ടൂർ മാംഗോ, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, തിരൂർ വെറ്റില, ഇതൊക്കെ എന്താണ് അതിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് കേട്ടോ. ഇതിന് ഭൗമസൂചിക പദവി ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിലേതെങ്കിലുമൊക്കെ ആൻസർ ആയിട്ട് എഴുതാം. മലബാർ പെപ്പർ, പാലക്കാടൻ മട്ട റൈസ്, കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പേരുകളല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എക്സാം ആവുമ്പോൾ ഇത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും മാത്രമായിട്ട് അടങ്ങിയ വീഡിയോ ചെയ്യൂ കേട്ടോ. അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പായിരിക്കും എക്സാമിന് പോകുമ്പോൾ. ഇതുപോലെ നീട്ടി നമ്മ എക്സ്പ്ലനേഷൻ ഒന്നും ഉണ്ടാവില്ല, കാര്യങ്ങൾ, ചോദ്യം, ഉത്തരം, അതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം. അത് നിങ്ങൾക്ക് ഒരുപാട് സഹായിക്കും. അപ്പോൾ ആ വീഡിയോ ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ്. പലതരത്തിലുള്ള കൃഷി രീതികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്, ഇലവാഴ കൃഷി, ഉദ്യാന കൃഷി, പക്ഷി വളർത്തൽ, ഔഷധ കൃഷി, ഓമന മൃഗങ്ങളെ വളർത്തൽ, അലങ്കാര മത്സ്യകൃഷി, പുഷ്പകൃഷി, വെറ്റില കൃഷി, ഇതൊക്കെ എന്താണ് പലതരത്തിലുള്ള കൃഷികളാണ്. അതുപോലെ കൃഷിയെക്കുറിച്ചുള്ള അറിവുകൾ അല്ലെങ്കിൽ പുതിയ പുതിയ ടിപ്സുകൾ അതൊക്കെ ഷെയർ ചെയ്യാനും അവർക്ക് അറിവ് ലഭിക്കാൻ വേണ്ടിയിട്ടും അവരുടെ സംശയ നിവാരണത്തിന് അല്ലെങ്കിൽ എന്ത് കാര്യം, ഇപ്പോൾ ലോണാവട്ടെ എന്തോ ആവട്ടെ, കൃഷിയെ സംബന്ധിക്കുന്ന എന്ത് കാര്യം, വിളവെടുപ്പാവട്ടെ വളങ്ങളെക്കുറിച്ചാവട്ടെ, എല്ലാ അറിവുകളിലും നമുക്ക്
കർഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്താണ്, കർഷകർക്കായിട്ട് മൊബൈൽ ആപ്പുകളുണ്ടല്ലേ. ഇന്ന് അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ, കീടരോഗബാധ മുന്നറിയിപ്പുകൾ, കൃഷി സംബന്ധമായ വിദഗ്ധ ഉപദേശങ്ങൾ, വിപണിയിലെ നിലവാരം, ഇപ്പോഴത്തെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ അവരുടെ ആ ഒരു നിലവാരം എത്രയാണ്, ഇതിനെക്കുറിച്ച്, പിന്നെ കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ, ഇതിനെല്ലാം കുറിച്ചുള്ള വിവരങ്ങളെല്ലാം എന്താണ് ലഭിക്കാൻ വേണ്ടിയിട്ട് കർഷകർക്കായിട്ടുള്ള മൊബൈൽ ആപ്പുകളുണ്ട്. നമ്മൾക്ക് കൃഷി വിജയിപ്പിക്കാനായിട്ട് സാധിക്കും അല്ലേ. അങ്ങനെയൊക്കെയുള്ള എല്ലാ വിവരങ്ങളും എല്ലാ സഹായങ്ങളും നമ്മൾക്ക് ലഭിക്കുമ്പോൾ നമ്മൾ കർഷകർക്ക് നമുക്ക് എന്താ, നമ്മുടെ കൃഷിയെ അത് നല്ല രീതിയിൽ അതൊരു എന്താ പറയുക, ലാഭമുണ്ടാകുന്ന രീതിയിലേക്ക് നമ്മൾക്ക് ആ ഒരു വിപണിയെ കൊണ്ടെത്തിക്കാൻ സാധിക്കും. അപ്പോൾ വിവിധ തരത്തിലുള്ള കൃഷികൾ ഏതാണ്, ഫാമിംഗ് ഓഫ് ബനാന ലീഫ് അല്ലെ. ബനാന ലീഫൊക്കെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ലാഭിക്കാവുന്ന, പൈസ ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് തന്നെയാണ്. പിന്നെ എന്താണ്, ഹോർട്ടിക്കൾച്ചർ, പോൾട്രി ഫാമിംഗ്. പോൾട്രി ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴി വളർത്തലാവാം, പക്ഷികളെയൊക്കെ വളർത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പോൾട്രി ഫാമിംഗ് എന്ന് പറയുന്നത്. പിന്നെ മെഡിസിനൽ പ്ലാന്റ്സ് കൾട്ടിവേഷൻ, ബീറ്റൽ കൾട്ടിവേഷൻ, ഫ്ലോറികൾച്ചർ, ഓർണമെന്റൽ ഫിഷ് ഫാമിംഗ്, റൈസിംഗ് പെറ്റ്സ്, ഇതൊക്കെ എന്താണ് പല രീതിയിലുള്ള കൃഷികളാണ്.